നമസ്കാരം, എല്ലാവർക്കും നോട്ട് ഫോർ PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ 30-ഡേ PYQ ചലഞ്ചിൻ്റെ 26ാമത്തെ ക്ലാസ്സാണ്. ഇനി വെറും 4 ദിവസം മാത്രമേ ഉള്ളൂ. എക്സാമിങ് അടുക്കാറായല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ഉഷാറായിട്ട് തന്നെ പഠിക്കുന്നില്ലേ? നമുക്ക് ഇന്നത്തെ ചോദ്യം നോക്കാം. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് 2024 നടന്ന യൂണിവേഴ്സിറ്റി LGSൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2024 നടന്നതാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 19/2024. 19/2024 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത്. അപ്പോൾ ഇതിലെ ചോദ്യങ്ങൾ നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ലാഹോർ കോൺഗ്രസ് സമ്മേളനം. ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചത്. വർഷം ഏതായിരുന്നു? 1929 വർഷം വരുന്നത് 1929. ഈ 1929 ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. രണ്ടാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം. വർഷം ഏതാണ്? 1920 നമ്മൾ കുറേ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വർഷം 1920. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴാണ് നമുക്ക് PSCയുടെ ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും ആവർത്തിച്ച് വരുമെന്നല്ല, ആ ഒരു ചോദ്യ ഭാഗത്ത് നിന്ന് വേറെ മറ്റ് ചോദ്യങ്ങൾ, റിലേറ്റഡ് ഫാക്ട്സ്, അതാണ് നമ്മൾ റിലേറ്റഡ് ഫാക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് PSC ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ സ്വതന്ത്ര സമരങ്ങൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അപ്പോൾ അതൊക്കെ PSCയുടെ ഇഷ്ട ചോദ്യ മേഖലകളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു മുൻവർഷ ചോദ്യങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് സഹായിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നിസ്സഹകരണ സമരവുമായിട്ട് ബന്ധപ്പെട്ട് 1920 നിസ്സഹകരണ സമരം നടത്തുന്നത്. 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ഔദ്യോഗികമായി അംഗീകാരം ലഭിച്ചത്. മൂന്നാമത്തെ ചോദ്യം, ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ്? ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ്? ഓപ്ഷൻ സി ആണ്, സുഭാഷ് ചന്ദ്രബോസ്. 1939 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ശേഷം സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക്. അപ്പോൾ ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ആരാണ് രൂപം നൽകിയത്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. 4, ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യൻ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവാണ്. പിന്നീട് അദ്ദേഹത്തിന് ഇന്ത്യ ഗവൺമെൻറ് പരമോന്നത ബഹുമതിയായ ഭാരതരത്ന നൽകി ആദരിക്കുകയും ചെയ്തു. ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ്. ഇദ്ദേഹമാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ്. 5, ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിൻ്റെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിൻ്റെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ആരാണ് മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ എ ആണ്, ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലകാണ് മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്. ബാലഗംഗാധര തിലക് കോൺഗ്രസിലെ തീവ്രവാദി വിഭാഗത്തിലെ പ്രധാന നേതാവായിരുന്നു. തീവ്രവാദി വിഭാഗത്തിൽ ആരൊക്കെയായിരുന്നു? ലാൽ പാൽ ബാൽ എന്നാണ് അറിയപ്പെടുന്നത്. ആരൊക്കെയാണ്? ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. അതാണ് തീവ്രവാദി വിഭാഗത്തിലെ നേതാക്കൾ. ഇനി ബാക്കി ഗോപാലകൃഷ്ണ ഗോഖലെ, WC ബാനർജി, ഫിറോസ് ഷാ മേത്ത, ഇവർ 3 പേരും മിതവാദി നേതാക്കളിൽ ഉൾപ്പെടുന്നവരാണ്. 6, സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ്?
ഓപ്ഷൻ ബി ആണ് 44-ാം ഭരണഘടനാ ഭേദഗതി. 1978 44-ാം ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും എടുത്തു മാറ്റിയത്. ഇപ്പോൾ സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. ആർട്ടിക്കിൾ ഏതാണ്? 300A. ഇനി ഈ 1978 44-ാം ഭരണഘടനാ ഭേദഗതി സമയത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി? മൊറാർജി ദേശായി ആണ് അല്ലേ. ഇപ്പം നിലവിൽ എത്ര മൗലിക അവകാശങ്ങളാണ് ഉള്ളത്? 6 മൗലിക അവകാശങ്ങളാണ്. 7ാമത്തെ ചോദ്യം, സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ, ഹൈക്കോടതിയാണ് സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി. നിലവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നമ്മുടെ സൗമ്യൻ സെൻ ആണ്. 8, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഡോക്ടർ ബി.ആർ. അംബേദ്കർ ആണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഇനി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനാണ്. ജവഹർലാൽ നെഹ്റു ആണെങ്കിൽ യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി എന്നിവയുടെ അധ്യക്ഷനാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ആണ്, നമ്മുടെ ഇന്ത്യയാണ് അല്ലേ. നമ്മുടെ ഇന്ത്യക്കാണ് ഏറ്റവും വലുതും ദീർഘമേറിയതുമായ ലിഖിത ഭരണഘടന നമ്മുടെ ഇന്ത്യയുടെ ആണല്ലേ. അമേരിക്കയുടെ ഭരണഘടനയുടെ പ്രത്യേകത എന്താണ്? ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയാണ്. അതുപോലെ തന്നെ എഴുതപ്പെട്ട ഭരണഘടനയിൽ ഏറ്റവും പഴക്കം ചെന്നതും അമേരിക്കയുടെ ഭരണഘടനയാണ്. 10, ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്ത ഏതാണ്? ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്ത ഏതാണ്? ഇതാണ് ഓപ്ഷൻ ഡി ആണ് അല്ലേ, മൗലിക അവകാശങ്ങളാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത്. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമാക്കി മാറ്റിയത്. എല്ലാവർക്കും അറിയാം അല്ലേ. എങ്ങനെയാണ് ആമുഖം ആരംഭിക്കുന്നത്? ഇന്ത്യയിലെ ജനങ്ങളായ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ആമുഖം ആരംഭിക്കുന്നത്. അതും ചോദിച്ചിട്ടുണ്ട്. 11, കൈസർ ഹേ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാനിടയാക്കിയ സംഭവം ഏതാണ്? കൈസർ എ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാനിടയാക്കിയ സംഭവം ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ് അല്ലേ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. 1919 ഏപ്രിൽ 13 നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിലും തുടർന്നുണ്ടായ ഖിലാഫത്ത് പ്രശ്നങ്ങളിലും പ്രതിഷേധിച്ചാണ് നിസ്സഹകരണ സമരം ആരംഭിക്കുന്നതിനോടനുബന്ധിച്ച് ഗാന്ധിജി തനിക്ക് ബ്രിട്ടീഷുകാർ നൽകിയ കൈസർ ഹേ ഹിന്ദ് പദവി തിരികെ നൽകിയത്. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് രവീന്ദ്രനാഥ ടാഗോർ സർ പദവിയും ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതോടെ ഒന്ന് ഓർത്തു വെക്കുക. 12, ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്, പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്, പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണമെന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ സി ആണ്, ശ്രീനാരായണ ഗുരുവാണ് ഇങ്ങനെ ആഹ്വാനം ചെയ്തത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ വേറെ വാക്കുകളാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാക്കുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് ആഹ്വാനം ചെയ്തതും ശ്രീനാരായണ ഗുരുവാണ്. 13, ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്താണ്? ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്താണ്? ഓപ്ഷൻ സി ആണ്, അയ്യപ്പനാണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്. ബാല്യകാല നാമം എന്തായിരുന്നു? കുഞ്ഞൻ പിള്ള എന്നായിരുന്നു അല്ലേ. എവിടെയാണ് അദ്ദേഹം ജനിച്ചതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കണ്ണൻമൂലയിലാണെന്ന് പറഞ്ഞു. പിന്നെ ഈ നാണു എന്ന് പറയുന്നത് ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ബാല്യകാല നാമമാണ്. കുമാരഗുരുദേവൻ പൊയ്കയിൽ യോഹന്നാൻ്റെ മറ്റൊരു പേരാണ്. നരേന്ദ്രൻ എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ പേരാണ് നരേന്ദ്രൻ. 14, പഴശ്ശി കലാപം അടിച്ചമർത്തിയ സബ് കളക്ടർ ആരാണ്? പഴശ്ശി കലാപം അടിച്ചമർത്തിയ സബ് കളക്ടർ ആരാണ്? ഓപ്ഷൻ എ ആണ്, തോമസ് ഹാർവേ ബാർബർ ആണ് പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ. അദ്ദേഹം എവിടത്തെ സബ് കളക്ടർ ആയിരുന്നു? തലശ്ശേരിയിലെ സബ് കളക്ടർ ആയിരുന്നു. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ ഒരു ചോദ്യം നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ റിലേറ്റഡ് ഫാക്റ്റ് ആയിട്ട് പറഞ്ഞതായിരുന്നു. ഏതായിരുന്നു ആ സമരം? ഓപ്ഷൻ ബി ആണ്, പുന്നപ്ര വയലാർ സമരമാണ് അല്ലേ. പുന്നപ്ര വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏതാണ്? 1946 ആണ്.
16 കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയിലെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? കറണ്ട് അഫയർ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നിലവിലെ ജസ്റ്റിസ് ആരാണ്? സൗമ്യൻ സെൻ ആണ് അല്ലേ. 17 കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? ഓപ്ഷൻ സി ആണ്, തൃശ്ശൂരാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല. 18 ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഓപ്ഷൻ ഡി ആണ്, വി പി മേനോനാണ്. വി പി മേനോനാണ് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. വി പി മേനോനെ കുറിച്ച് വേറൊരു കാര്യം നമ്മളുടെ മനസ്സിലോട്ട് വരുന്നത് എന്താണ്? നാട്ടുരാജ്യ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ കൂടെ പ്രവർത്തിച്ച മലയാളിയാണ് വി പി മേനോൻ. 19 താഴെ പറയുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏതാണ്? താഴെ പറയുന്നതിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏതാണ്? ഓപ്ഷൻ എ ആണ്, പോണ്ടിച്ചേരിയാണ് ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം. പോണ്ടിച്ചേരി, മാഹി, യാനം, കാരയ്ക്കൽ. മാഹി, യാനം, കാരയ്ക്കൽ, പോണ്ടിച്ചേരി ഇതാണ് ഫ്രാൻസിൻ്റെ അധിനിവേശ കോളനികൾ. പിന്നെ ഗോവ, ദാമൻ, ദിയു ഇത് എന്തിൻ്റെയാണ്? ഗോവ, ദാമൻ, ദിയു പോർച്ചുഗീസുകാരുടെ അധീനതയിലായിരുന്നു. 1861 ഓപ്പറേഷൻ വിജയിലൂടെയാണ് ഇവയെ ഇന്ത്യൻ യൂണിയനിലോട്ട് കൂട്ടിച്ചേർത്തത്. അതും PSC ചോദിച്ചിട്ടുണ്ട്. 1961 ഓപ്പറേഷൻ വിജയ് എന്തിനായിരുന്നു? ഗോവ വിമോചനവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പറേഷൻ വിജയ് പറയുന്നത് അല്ലേ. 1961 ഓർത്തിരിക്കുക. 20 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗമാരാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗമാരാണ്? ഓപ്ഷൻ ഡി ആണ്, KM പണിക്കർ. KM പണിക്കരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ വർഷം ഏതാണ്? 1953 അല്ലേ. ഫസൽ അലി കമ്മീഷൻ എന്നും അറിയപ്പെടും. ഫസൽ അലി ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ, അതുകൊണ്ട് തന്നെ ഫസൽ അലി കമ്മീഷൻ എന്നും അറിയപ്പെടാറുണ്ട്. അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോളുക ഈ 3 പേരുകൾ. അടുത്തത് റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ജർമ്മനിയാണ്. ജർമ്മനിയാണ് റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം. ബാക്കി സോവിയറ്റ് യൂണിയൻ ഏതൊക്കെയാണ്? ബിലായി സോവിയറ്റ് യൂണിയൻ ആണ്. ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ ആണ് സഹായം നൽകിയത്. ബിലായും ബൊക്കാറോയും സോവിയറ്റ് യൂണിയൻ ആണ് സഹായം നൽകിയത്. പിന്നെ ബ്രിട്ടൻ എന്താണ്? ബ്രിട്ടൻ ദുർഗാപൂരാണ് ബ്രിട്ടൻ സഹായം നൽകിയത്. ബ്രിട്ടൻ്റെ സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ദുർഗാപൂർ. അടുത്തത് ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വാ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വാ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ സി ആണ്, മംഗൾയാനാണ്. ചൊവ്വാ ദൗത്യത്തിൻ്റെ പേരെന്താണ്? മംഗൾയാനാണ്. അടുത്ത ചോദ്യം, 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം. 2024 G20 എവിടെയായിരുന്നു നടന്നത്? ഓപ്ഷൻ ബി ആണ്, ബ്രസീലിലാണ് നടന്നത്. എവിടെയാണ്? ഓപ്ഷൻ ബി ആണ്, ബ്രസീലിലാണ് 2024 നടന്നത്. 25 എവിടെയായിരുന്നു? ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. 26 എവിടെയാണ്? USA കേട്ടോ. ഇപ്പോൾ ഇത് രണ്ടും കറണ്ട് അഫയർ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോളുക. 2025, 26. 25 20ാമത്തെ ആയിരുന്നു, അത് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. 26 എവിടെയാണ്? USA കേട്ടോ. അടുത്തത് ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത്. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ്, പ്രഗ്യാൻ എന്നാണ് അറിയപ്പെടുന്നത്. പ്രഗ്യാനാണ് ചന്ദ്രയാൻ ദൗത്യത്തിലെ റോവറിൻ്റെ പേര്. ഇനി വിക്രം എന്താണ്? ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ലാൻഡറിൻ്റെ പേരാണ് വിക്രം എന്നറിയപ്പെടുന്നത്. ഇനി ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്ത പോയിന്റിന് നമ്മൾ എന്താണ് നൽകിയിരിക്കുന്ന പേര്? ശിവശക്തി പോയിന്റ് അല്ലേ. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആ ഒരു പോയിന്റിന് നമ്മൾ ശിവശക്തി പോയിന്റ് എന്നാണ് നാമകരണം ചെയ്തത്. 25 ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായതാണ് വേണ്ടത്. അപ്പോൾ 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിരയാണ് ഹിമാദ്രി. ശരിയാണല്ലേ, ഒന്നാമത്തെ കറക്റ്റാണ്. 2 ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു. അത് തെറ്റാണല്ലേ. മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിലല്ല സ്ഥിതി ചെയ്യുന്നത്, അത് നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തത് തെറ്റാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. അത് കറക്റ്റാണ് അല്ലേ. ഹിമാലയൻ നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അപ്പോൾ 1, 3 ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ്, 1, 3 ശരിയായിട്ടുള്ളത്. 26 ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത്. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ
3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഉത്തരം വരുന്നത് എല്ലാം ശരിയാണെന്നാണ്. അതായത് 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. അത് ശരിയാണ്. 7 രാജ്യങ്ങളാണ് ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. ബംഗ്ലാദേശുമായിട്ടാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത്. പിന്നെ അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നത്. അപ്പോൾ അതും കറക്റ്റാണ്. അപ്പോൾ 1, 2, 3 കറക്റ്റാണ്. 27 ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകൾ തെറ്റായത്. ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായതാണ് വേണ്ടത്. ഉത്തരം എന്നത് 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. നമുക്ക് നോക്കാം. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്നു. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഇനി മൂന്നാമത്തെ നോക്കി. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം. അതും കറക്റ്റാണ്. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം. ഇനി രണ്ടാമത്തത് പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമണ്ടൽ തീരസമതലം എന്ന് പറയുന്നത് തെറ്റാണ്. കോറമണ്ടൽ തീരസമതലം എവിടെയാണ്? കിഴക്കൻ തീരസമതലത്തിലെയാണ്. കോറമണ്ടൽ തീരസമതലം കിഴക്കൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ്, പടിഞ്ഞാറൻ തീരസമതലത്തിലല്ല. അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. 28 ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായവ കണ്ടെത്തുക. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ഉത്തരം വരുന്നത് 1ഉം 2ഉം ശരിയാണെന്നുള്ളതാണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമാണ് ഹോക്കി. ശരിയാണല്ലോ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമാണ് ഹോക്കി. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ്. അതും കറക്റ്റാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ് ആന. മൂന്നാമത്തെ നോക്കി. ഇന്ത്യയുടെ ദേശീയ ഗീതം എന്താണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരമാണ്. ദേശീയ ഗാനമാണ് ജനഗണമന. ഇനി ആനയെ പൈതൃക ജീവിയാക്കി പ്രഖ്യാപിച്ചത് 2010 അതൊന്ന് ഓർത്തു വെച്ചോളുക. 29 ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായതാണ് വേണ്ടത്. 3 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരം എല്ലാം ശരിയെന്നാണ്. എല്ലാം ശരിയാണ്. അതായത് അയോധ്യ നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. അയോധ്യ നഗരം ഏത് നദിയാണ്? സരയൂ നദീതീരത്ത്. ഓർത്തു വെച്ചോ, അയോധ്യ നഗരം സരയൂ നദീതീരത്ത്. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ്. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എവിടെയാണ്? സബർമതി തീരത്താണ്. കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹുഗ്ലി നദീതീരത്താണ്. കൊൽക്കത്ത, ഹൗറ, ഹുഗ്ലി നദീതീരത്താണ്. അപ്പോൾ ഇത് 3ഉം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അയോധ്യ നഗരം എവിടെയാണ്? സരയൂ നദീതീരത്ത്. അഹമ്മദാബാദും ഗാന്ധിനഗറും എവിടെയാണ്? സബർമതി തീരത്ത്. കൊൽക്കത്തയും ഹൗറയും എവിടെയാണ്? ഹുഗ്ലി നദീതീരത്താണ്. അപ്പോൾ ഇത് 3 ഓർത്ത് വെച്ചോളുക. നമ്മൾ ഇതുവരെ നോക്കിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാത്തൊരു ചോദ്യമാണ് നദീതീര പട്ടണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളിൽ ശരിയല്ലാത്തത്. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളിൽ ശരിയല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. 31 കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത്. നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായതാണ് വേണ്ടത്. കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. കറക്റ്റാണല്ലേ. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. അതും കറക്റ്റാണ്. 1ാം സ്ഥാനം പെരിയാറിനാണ്. ഇനി പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ചാലക്കുടി പുഴയിലാണ്, പെരിയാറിലല്ല. അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 32 കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തത്. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ് വേണ്ടത്. സെയിം 3 സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് ശരിയല്ലാത്തത്? ഇതും ഉത്തരം വരുന്നത് 2 മാത്രം ശരിയല്ല എന്നാണ്. കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ശാസ്താംകോട്ട കൊല്ലം ജില്ലയിലാണ്, അറിയാമല്ലേ? അത് കറക്റ്റാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. പൂക്കോട് തടാകം, പൂക്കോട് കായൽ അല്ലെങ്കിൽ പൂക്കോട് തടാകം എന്നാണ് നമ്മൾ പറയുന്നത്. ശുദ്ധജല തടാകമാണ്. അത് വയനാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതും
മൂന്നാമത്തതും കറക്റ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയോ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്, അഷ്ടമുടി കായലല്ല. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 33 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായതാണ് വേണ്ടത്. ശരിയായത് ഏതാണ്? 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. അതായത് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ്. വയനാട് ചുരം കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കറക്റ്റാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. അതും കറക്റ്റാണ്. ഇനി താമരശ്ശേരി ചുരം ഏതൊക്കെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? താമരശ്ശേരി ചുരം വയനാടിനെയും കോഴിക്കോടിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. കൊല്ലത്തെ തമിഴ്നാടുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ആര്യങ്കാവ് ചുരമാണ്. ഏതാണ്? കൊല്ലത്തെ തമിഴ്നാടുമായിട്ട് ബന്ധിപ്പിക്കുന്നത് താമരശ്ശേരി ചുരമല്ല, ആര്യങ്കാവ് ചുരമാണ്. ആര്യങ്കാവ് ചുരം. താമരശ്ശേരി ചുരം കോഴിക്കോടിനെയും വയനാടിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. 35 കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. കേരളത്തിലെ വൈദ്യുത പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകളാണ്. 3 സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഉത്തരം വരുന്നത് എല്ലാം ശരിയാണെന്നാണ്. അതായത് കേരളത്തിലെ വൈദ്യുത ഉൽപ്പാദനത്തിൻ്റെ പ്രധാന സ്രോതസ്സ് ജലമാണ്. ശരിയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. 36 കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. ശരിയായത് കണ്ടെത്തുക. വന്യജീവി സങ്കേതങ്ങളും സ്ഥിതി ചെയ്യുന്ന ജില്ലകളുമാണ് ഇതിൽ കറക്റ്റായിട്ടുള്ളതാണ് നമുക്ക് വേണ്ടത്. ഏതൊക്കെയാണ് ഇതിൽ കറക്റ്റായിട്ടുള്ളത്? കരിമ്പുഴ ഏത് ജില്ലയിലാണ്? കരിമ്പുഴ മലപ്പുറം ജില്ലയിലാണ്. ചിമ്മിനി ഏത് ജില്ലയിലാണ്? ചിമ്മിനി ഏത് ജില്ലയിലാണ്? ചിമ്മിനി തൃശ്ശൂർ ജില്ലയിലാണ്, പാലക്കാട് ജില്ലയിലല്ല. ചെന്തുരുണി കൊല്ലം ജില്ലയിലാണ്. ചെന്തുരുണി കൊല്ലം ജില്ലയിലാണ്. ചൂലന്നൂർ പാലക്കാടാണ്. ചൂലന്നൂർ പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ ചിമ്മിനി ഏത് ജില്ലയിലാണ്? തൃശ്ശൂരും ചൂലന്നൂർ പാലക്കാടുമാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് തന്നിരിക്കുന്നത്. ബാക്കി മലപ്പുറം ജില്ലയിലെ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ. കൊല്ലം ജില്ലയിലെ വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി. അപ്പോൾ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും അവസാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. 37 സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത്. സൈലന്റ് വാലിയുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത്. നമുക്ക് നോക്കാം. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നു. സൈലന്റ് വാലിയിലാണ് സിംഹവാലൻ കുരങ്ങുകളെ സംരക്ഷിക്കുന്നത്. കറക്റ്റാണ്. ചീവീടുകൾ അപൂർവമായതുകൊണ്ട് ആ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്നാണ് പേര് വന്നത്. അതും ശരിയാണ്. നിശബ്ദ താഴ്വര എന്നാണ് സൈലന്റ് വാലി അറിയപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ നോക്കിയോ. 1984 നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ മലപ്പുറം എന്ന് കൊടുത്തതാണ് തെറ്റായിട്ടുള്ളത്. 1984 ആണെങ്കിലും പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തെറ്റായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 38 കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത്. കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഏതൊക്കെയാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? 3 സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജയാണ്. കായിക കേരളത്തിൻ്റെ പിതാവ് ആരാണ്? ഗോദവർമ്മ രാജയാണ് അല്ലേ. GV രാജ എന്നറിയപ്പെടുന്ന ഗോദവർമ്മ രാജയാണ് കായിക കേരളത്തിൻ്റെ പിതാവ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് PT ഉഷ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് PT ഉഷ. അതും ശരിയാണ്. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരനാണ് ജിമ്മി ജോർജ്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരനാണ് ജിമ്മി ജോർജ്. ഇത് 3ഉം ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണെന്നാണ്. 39 കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന അല്ലേ. എല്ലാ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. നോക്കാം. 3 സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് തെറ്റായിട്ടുള്ളത്? കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തുകളും നിലവിലുണ്ട്. കേരളത്തിലെ 941 ഗ്രാമപഞ്ചായത്തും
152 ബ്ലോക്ക് പഞ്ചായത്തും നിലവിലുണ്ട്. ഇത് കറണ്ട് അഫെയർ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അന്നത്തെ ചോദ്യം അനുസരിച്ച് അന്ന് എം പി രാജേഷ് ആയിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. അപ്പോൾ ഇപ്പോൾ നിലവിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജിയാണ്. ആരാണ്? KM ഷാജിയാണ് നിലവിലെ LSGD മിനിസ്റ്റർ. പിന്നെ ഇതിൽ ഒന്നാമത്തത് 1992 കേരള പഞ്ചായത്തി രാജ് നിയമം പാസ്സാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. 1994 പഞ്ചായത്തി രാജ് നിയമം പാസ്സാക്കിയത്. അപ്പോൾ ഒന്നാമത്തത് തെറ്റാണ്. അപ്പോൾ അന്ന് PSCയുടെ ആൻസർ കീ പ്രകാരം 1 മാത്രമായിരുന്നു തെറ്റെന്നായിരുന്നു. പക്ഷേ ഇപ്പം നിലവിൽ നമ്മളുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തും ഉണ്ട് എന്ന് ഓർത്തു വെക്കുക. 1994 കേരള പഞ്ചായത്തി രാജ് നിയമം പാസ്സാക്കിയത് എന്ന് ഓർത്തു വെക്കുക. നിലവിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരെന്നുകൂടി ഓർത്തു വെക്കുക. ഇതാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത്. അടുത്തത് കേരളത്തിൻ്റെ തനതായ നൃത്ത കലാരൂപം ഏതാണ്? കേരളത്തിലെ തനതായ നൃത്ത കലാരൂപം ഏതാണ്? ഓപ്ഷൻ B ആണ്. മോഹിനിയാട്ടമാണ് കേരളത്തിലെ തനതായ നൃത്ത കലാരൂപം. അടുത്തത് അമ്മ എന്ന നോവൽ എഴുതിയത് ആരാണ്? അമ്മ എന്ന നോവൽ എഴുതിയത്? ഓപ്ഷൻ A ആണ്. മാക്സിം ഗോർക്കിയാണ് അമ്മ എന്ന നോവൽ എഴുതിയത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് വീണ്ടും പുതിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നാളെ കാണാം. താങ്ക് യു.